ഓണത്തിന്റെ വരവറിയിച്ചുകൊണ്ടുള്ള പതാക ഉയർത്തലാണ് നടക്കാൻ പോകുന്നത്. മന്ത്രി പി രാജീവ് പതാക ഉയർത്തുകയാണ്. വരവറിയിച്ചുകൊണ്ട് സംസ്ഥാനത്തിതാ ഔപചാരികമായി പതാക ഉയർന്നിരിക്കുന്നു. തൃപ്പൂണിത്തുറയിൽ അത്തപ്പതാക ഉയർത്തിയിരിക്കുന്നു മന്ത്രി പി രാജീവ്. ഇനി അങ്ങോട്ട് 10 ദിനം മലയാളികൾക്ക് ഓണക്കാലമാണ്, ഓണ ആഘോഷങ്ങളാണ്. വെടിക്കെട്ടിന്റെ അകമ്പടിയോടുകൂടി അത്തപ്പതാക പൂരനഗരിയിൽ ഉയർത്തിയിരിക്കുന്നു മന്ത്രി പി രാജീവ്. സഹിനും സ്വാതിയും നമുക്കൊപ്പം തുടരുന്നുണ്ട്. സഹിനെ, സ്വാതി, എങ്ങനെ പതാക ഉയർന്നു കഴിഞ്ഞു പൂരനഗരിയിൽ? പതാക ഉയർന്നിരിക്കുന്നു പൂരനഗരിയിൽ എന്നുള്ളതാണ് ആ നിമിഷം. എല്ലാവരും കണ്ണ് നട്ട് കാത്തിരുന്ന ആ നിമിഷം കഴിഞ്ഞിരിക്കുന്നു. പൂരനഗരിയിൽ അത്തം പതാക ഉയർന്നിരിക്കുന്നു. പതാക മന്ത്രി പി രാജീവാണ് പതാക ഉയർത്തിയത്. ഈ ഒരു ചടങ്ങിന് ഇനി ഉദ്ഘാടനം നിർവഹിക്കുന്നത് മന്ത്രി എം പി രാജേഷാണ്. പതാക ഉയർത്തിയതോടുകൂടി തന്നെ ഓണത്തിന്റെ വിളംബരമായിരിക്കുന്നു. ഓണം എത്തിയിരിക്കുന്നു. കണ്ടില്ലേ, ആകാശത്ത് ആ മഞ്ഞ പതാക ഇങ്ങനെ പാറി നിൽക്കുന്നത് ഓണം എത്തുന്നതിന്റെ ആ ഒരു സൂചനയായിട്ടാണ്. മന്ത്രി പി രാജീവിനൊപ്പം മന്ത്രി എം പി രാജേഷ്, അതുപോലെ തന്നെ മറ്റ് വിശിഷ്ടാതിഥികൾ ജയറാം രമേശ് പിഷാരടി, മറ്റ് കെ ബാബു, അനൂപ് ജേക്കബ് അടക്കമുള്ള ജനപ്രതിനിധികൾ എല്ലാവരും ചേർന്നാണ് ഈ ഒരു പതാക ഉയർത്തുവാനായി അവിടെ പോയത്. മന്ത്രി പി രാജീവാണ് പതാക ഉയർത്തിയത്. ഇനി മറ്റ് ഔപചാരിക ചടങ്ങുകൾ കൂടിയുണ്ട്, ഉദ്ഘാടനം അടക്കമുള്ള ചടങ്ങുകൾ, അത് കഴിഞ്ഞിട്ട് പ്രസംഗം അടക്കമുള്ള കാര്യങ്ങൾ. അതിനെല്ലാം ശേഷമാണ് ഘോഷയാത്രയ്ക്ക് തുടക്കമാകുന്നത് എന്നുള്ളതാണ്. ഘോഷയാത്രകളെല്ലാം തന്നെ അണിനിരന്നിരിക്കുന്നു. നമ്മൾ നേരത്തെ കണ്ടതാണ്. ഇപ്പോൾ ഈ ഔപചാരികമായ ചടങ്ങുകൾ കൂടി കഴിഞ്ഞാൽ മറ്റ് ചടങ്ങുകളിലേക്ക് കടക്കുമെന്നുള്ളതാണ്. ഘോഷയാത്ര ഓരോന്നോരോന്നായി നിരത്തിലേക്ക്, രാജവീതിയിലേക്ക് ഇറങ്ങും. അത് കാണുവാനാണ് ഇനി ആളുകളുടെ ഒരു തിക്കും തിരക്കും ഒക്കെ എന്നുള്ളതാണ്. നിരവധി ആളുകളാണ് നിരന്നിങ്ങനെ നിൽക്കുന്നത് ഈ ഒരു കാഴ്ചകൾ കാണുവാനായി. എന്തായാലും മാനം തെളിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ കാഴ്ചകൾ കാണുവാനായി എത്തുന്നു എന്നുള്ളതാണ് ഈ ഒരു സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും പൂരനഗരി ഉണർന്നിരിക്കുന്നു, പതാക ഉയർന്നിരിക്കുന്നു. മന്ത്രിമാരെല്ലാവരും ഇപ്പോൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ആളുകളെയൊക്കെ കാണുന്നുണ്ട്. അതിനിപ്പോ മന്ത്രി എം പി രാജേഷിന്റെ ഉദ്ഘാടന പ്രസംഗം കൂടി കഴിഞ്ഞിട്ടായിരിക്കും ഈ ഘോഷയാത്ര ഇറങ്ങുക അല്ലേ? ഇപ്പോൾ സേതു, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഭിന്നശേഷി സൗഹൃദമാണ് ഈ ഘോഷയാത്ര എന്നുള്ളത്. അപ്പോൾ അവരെ കാണുവാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വിശിഷ്ടാതിഥികൾ എത്തിയിരിക്കുന്നത്. അതിൻ്റെ കാഴ്ച കൂടിയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അവരെ എല്ലാവരെയും നേരിട്ട് കണ്ട് സംസാരിക്കുകയാണ് മന്ത്രിമാർ എന്നുള്ളതാണ്. ഏറെ പ്രത്യേകത നിറഞ്ഞ ഒരു അത്തച്ചമയ ഘോഷയാത്രയാണ് ഈ വർഷത്തെ എന്നുള്ളതാണ്. ഇത്തരത്തിൽ ഭിന്നശേഷിക്കാരായ ആളുകളെ കൂടി, അവരെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഈ ഒരു ഘോഷയാത്ര ഇവിടെ നടക്കുന്നത്. ഇപ്പോൾ മന്ത്രി എം പി രാജേഷിന്റെ ഒരു പ്രതികരണം നമുക്ക് കേൾക്കാം. അത്തച്ചമയ ആഘോഷത്തോടനുബന്ധിച്ച് നഗരസഭയും സംഘാടക സമിതിയും ഭിന്നശേഷി കുട്ടികൾക്ക് പ്രത്യേകമായ പവലിയനും സൗകര്യവും ഒരുക്കിയത് അങ്ങേയറ്റം മാതൃകാപരമാണ്. സംഘാടകരെ ഞാൻ സംസ്ഥാന സർക്കാരിന്റെ തദ്ദേശ വകുപ്പിന്റെ പേരിൽ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുന്നു. നമ്മുടെ സ്കൂളിലെ എല്ലാ കുഞ്ഞുങ്ങൾക്കും അത്താശംസകളും ഓണാശംസകളും നേരിടുന്നു. വളരെ മനോഹരമായിട്ടാണ് അവരെല്ലാം അടിഞ്ഞൊരുങ്ങി എത്തിയിട്ടുള്ളത്. മിടുക്കരായ കുഞ്ഞുങ്ങളെയും അവരുടെ അമ്മമാരെയും അവരോടൊപ്പമുള്ള സ്കൂളിലെ അധ്യാപകരെയും പ്രത്യേകവും അഭിനന്ദിക്കുന്നു. ഇന്നത്തെ ഈ ആഘോഷത്തിലെ ഏറ്റവും പുണ്യം എന്ന് പറയുന്നത് ഈ കുഞ്ഞുങ്ങളെ ഇവിടെ കൊണ്ടിരിക്കുക തന്നെയാണ്. അതിന് പ്രവർത്തിച്ച നഗരസഭയ്ക്കും സംസ്ഥാന സർക്കാരിനും എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ അടുത്തിൽ നിന്നുള്ള സന്തോഷവും എല്ലാം രേഖപ്പെടുത്തും. താങ്ക് യു.